2025 പിറന്നു വീണത് ഇന്ത്യയെ സംബന്ധിച്ചത്ര ആയിരുന്നില്ല. കാരണം നമുക്ക് പഹൽഗാമിലെ ഭീകരാക്രമണം, അതിന് തൊട്ടു പിന്നാലെ നമ്മൾ തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ധു, അതിന് തൊട്ടു പിന്നാലെ തന്നെ നമുക്കൊരു വലിയ പ്രഹരം ഏൽപ്പിച്ചതുണ്ട്. ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ താരിഫ് നമുക്ക് മേൽ അടിച്ചു തന്നു. അപ്പോൾ നമ്മുടെ മലയാളത്തിലടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞു ഇന്ത്യ ഇതോടുകൂടി തീർന്നു, ഇല്ലെങ്കിൽ അമേരിക്കയുടെ കാല് എത്രയും പെട്ടെന്ന് പോയി പിടിക്കണം, തിരുമണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല. മോദിയുടെ നിലപാടുകളുമായി മുൻപോട്ട് പോവുക തന്നെ ചെയ്തു. ആ സമയത്ത് തന്നെ ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഇല്ലാതെ ഇനി ലോകത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം ശാക്തിക ചേരികൾ, ജിയോ പൊളിറ്റിക്സ് ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. മുൻപൊക്കെ ഏതെങ്കിലും ഒരു രാജ്യം ഉത്തരവിടുന്നതനുസരിച്ച് ചലിക്കുന്ന ലോകമെന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രാദേശിക ചേരികൾക്കാണ് പ്രാധാന്യം. ആ ചേരികളിലെല്ലാം ഇന്ത്യ ഉണ്ടാകും എന്ന് ഈ വർഷം തീരാറാകുമ്പോഴേക്കും ഏതാണ്ട് പുടിൻ പറഞ്ഞത് സംഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആദ്യം വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കി കൊമ്പ് കുലുക്കി നിന്ന ട്രംപ് ഇപ്പോൾ കൊമ്പടിഞ്ഞ നിലയിലാണ്. എങ്ങനെയെങ്കിലും വ്യാപാര കരാർ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ത്യ ആണെങ്കിൽ അതിൽ വലിയ തിടുക്കം കാണിക്കുന്നതുമില്ല. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നിലവിൽ ഇന്ത്യ ചൈനയിലേക്ക് അടക്കം തങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര കമ്മി കുറച്ചധികം കുറച്ചിരിക്കുന്നു. അത് തന്നെയായിരുന്നു ഇന്നലെ ദേശീയ മാധ്യമങ്ങളിലെ വലിയ വാർത്തയും ചർച്ചയും ഒക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ, അതായത് അമേരിക്കയിലെ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്ന താരിഫുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഈ താരിഫ് ഏകപക്ഷീയമായി ട്രംപിന് ചുമത്താൻ കഴിയില്ല എന്നാണ് രണ്ട് കോടതികൾ വിധിച്ചിരുന്നത്. ആ വിധി തന്നെയാണ് സുപ്രീം കോടതി വിധിക്കുന്നതെങ്കിൽ ഈ അധിക കാലം ഈ താരിഫ് യുദ്ധം നിലനിൽക്കില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ വളരെ സാവധാനത്തിലാണ് നീങ്ങുന്നത്. പക്ഷെ എങ്ങനെയെങ്കിലും ഈ കരാറിൽ എത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. നെഹ്റുവിന്റെ കാലം മുതൽ തുടങ്ങിയ ചേരിചേരാ നയത്തിൽ ഇന്ത്യ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് പ്രകടമായി കണ്ട വർഷം കൂടിയായിരുന്നു 2025. നമുക്ക് ആരോടും പക്ഷമില്ല, പക്ഷം ചേരാൻ താല്പര്യവുമില്ല. പക്ഷെ നമ്മളുടെ രാജ്യത്തിന് ലാഭകരമോ നേട്ടകരമോ ലഭിക്കുന്ന എന്തിനും നമ്മൾ മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും. അതായത് കൃത്യമായി തന്നെ നിലപാട്, ആരോടും പ്രീണനമില്ല. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ പുഷ്ടിപ്പെടുത്തുന്നതിന് എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഉക്രൈനോട് സഹതാപമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പുഷ്ടിപ്പെടുത്തുന്നതിന് റഷ്യൻ ക്രൂഡ് ഓയിൽ കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് കൊമ്പ് കുലുക്കിയിട്ടും ചില കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറച്ചില്ല. ഇപ്പോൾ കേൾക്കുന്ന പുതിയ വാർത്ത, മുൻപ് വാങ്ങിയതിനേക്കാൾ കൂടുതൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നതെന്ന്. ഏതായാലും ട്രംപിസത്തിന് ഒരു അന്ത്യമായി 2025. അദ്ദേഹം ഇടപെട്ട് സമാധാനം സ്ഥാപിച്ചു എന്ന് പറഞ്ഞ തായ്ലൻഡും കംബോഡിയയും ഇപ്പോൾ പൊരിഞ്ഞ പോരിലാണ്. ഗസയിൽ വെടിയൊച്ച നിലയ്ക്കുന്നില്ല. ഉക്രൈൻ റഷ്യ വാർ അനസൂതം തുടരുകയാണ്. അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. ഏതായാലും നോബൽ പ്രൈസിന് ഇനിയും സമയമുണ്ട്. ഏതായാലും അതുവരെ നമുക്ക് ട്രംപിന്റെ അഭ്യാസങ്ങൾ കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ഇന്ത്യയുടെ നിലപാടുകൾ നോക്കാം. കോഡ് സഖ്യം, അതായത് US-ഉം ഓസ്ട്രേലിയയും ജപ്പാനും അമേരിക്കയും ഒക്കെ അടങ്ങുന്ന, ഇന്ത്യയും ഒക്കെ അടങ്ങുന്ന ആ കോഡ് സഖ്യത്തിന്റെ ഒരു ഭാഗത്ത് സ്മൂത്തായി കൊണ്ടുപോവുകയും റഷ്യ അടക്കമുള്ള രാജ്യങ്ങളോട് അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തുകൊണ്ട് ലോകത്തിനു മുമ്പിൽ ഇന്ത്യ പറഞ്ഞത് തങ്ങൾക്കെല്ലാവരും സമന്മാരാണ്, ഞങ്ങളുടെ രാജ്യത്തിന് നേട്ടമുണ്ടാകുന്നവരുമായി തങ്ങൾ കൈകോർക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ചൈനയുമായിട്ടുള്ള ബന്ധം. ചൈനയും ബുദ്ധിപൂർവ്വമാണ് 2025 നീങ്ങിയത്. അവരെ ഒരു സംഘർഷത്തിന് മുതിർന്നില്ല. ചെറിയ ചൊറിച്ചിൽ അത് സ്ഥിരമായി ഉള്ളതായതുകൊണ്ട് അതിൽ വലിയ കാര്യമാക്കാനുമില്ല. അതിനപ്പുറത്തേക്ക് സംഘർഷം വലുതാക്കാൻ അവരും ശ്രമിച്ചില്ല, ഇന്ത്യയും ശ്രമിച്ചില്ല. അതിന്റെ ഫലം ഇന്ത്യ ചൈനയിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിച്ചു, വ്യാപാര കമ്മി കുറച്ചു, റഷ്യയെ ചേർത്ത് പിടിച്ചു. ക്രൂഡ് ഓയിൽ മാത്രമല്ല, ആയുധങ്ങൾ മാത്രമല്ല, റഷ്യൻ മണ്ണ് തന്നെ റഷ്യ ഇന്ത്യക്ക് നൽകി. 4ഓളം കമ്പനികൾക്ക് ഖനനാനുമതിയും അത്രയും തന്നെ കമ്പനികൾക്ക് അവിടെ ഫാക്ടറികൾ സ്ഥാപിക്കാനുള്ള അനുമതിയും റഷ്യ നൽകി. ഇന്ത്യക്കാരായവർക്ക് തൊഴിൽ നൽകാനുള്ള വിസ സംവിധാനവും ഇളവ് ചെയ്തു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നോക്കുമ്പോൾ ഒടുവിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്തയാണ് സൂപ്പർ 5 ക്ലബിൽ ഇന്ത്യയും ഉണ്ടാകുമെന്ന്. ഇന്ത്യയും ജപ്പാനും ചൈനയും റഷ്യയും അമേരിക്കയും അടങ്ങുന്ന ഒരു സൂപ്പർ 5 ക്ലബ്ബ്. അത് യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും അമേരിക്കയിൽ അത്തരമൊരു റിപ്പോർട്ട് വരുമ്പോൾ അതിൽ ഇന്ത്യയുടെ പേര് തിളക്കമുള്ളതായി എഴുതി ചേർക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഇല്ലാതെ ഒരടി പോലും മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യ ആകട്ടെ എല്ലാവരെയും സമന്മാരായി കണ്ടുകൊണ്ട് ചേരേണ്ടവരുമായി ചേർന്നുകൊണ്ടും ചേരാത്തവരുമായി അകലം പാലിച്ചുകൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ ശക്തികളുടെ എതിർപ്പിന് ഇന്ത്യ വകവച്ചില്ല. എന്നാൽ അവരുമായി ഒരു ഏറ്റുമുട്ടലിന് പോയുമില്ല. ഇങ്ങനെ ഇന്ത്യയുടെ നിലപാടുമായി മുൻപോട്ട് പോകുമ്പോൾ 2025 നാം കാണുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയൊക്കെ അതുപോലെ നിർത്തുകയും ഒപ്പം തന്നെ പുതിയ സുഹൃത്തുക്കളുമായി ചങ്ങാത്തം കൂടുകയും ചെയ്തു. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റിനെ നാം ചേർത്ത് നിർത്തി. അങ്ങനെ ഇന്ത്യ മുൻപോട്ട് കുതിക്കുന്നു. ഇവിടെ ഒരിക്കൽ കൂടി പറയുന്നു, പുടിൻ പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇന്ത്യ ഇല്ലാതെ ഇനി ഒരടി കൂടി മുൻപോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ സാധാരണ ജ്യോതിഷത്തിൽ പറയാറുണ്ട് ശനിയും വ്യാഴവും എന്നൊക്കെ. കണ്ടക ശനിയുടെ കാലഘട്ടമായിരുന്നു 2025 തുടക്കത്തിൽ. പിന്നീട് അത് മാറി ട്രംപിനായി മാറി. പിന്നീട് വ്യാഴം നല്ല രീതിയിൽ തെളിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഭാവി ശോഭനമായി. ട്രംപിനെ സംബന്ധിച്ച്
കണ്ടകശനി അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ കയറുന്നു. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.